ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ബീഫ് മന്തി ഉണ്ടാക്കി നോക്കാം. ചിക്കൻ മന്തിനേലും ടേസ്റ്റുള്ള ഒരു ബീഫ് മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീഫ് മന്തി ഉണ്ടാക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, പിന്നെ പച്ചമല്ലി, ബേ ലീഫ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊപ്പം കറി ലീഫും ആഡ് ചെയ്യാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വാടി വന്നതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബീഫ് ക്യൂബാണ്. എൻ്റെ കയ്യിൽ ബീഫ് ക്യൂബ് ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ ക്യൂബാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ബീഫ് ക്യൂബ് യൂസ് ചെയ്താൽ മതിയാവും. ഇനി ആഡ് ചെയ്യേണ്ടത് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ബീഫാണ്. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 1/2 kg ബീഫാണ്. ബീഫ് ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ആ മസാലക്കൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലകളെല്ലാം ബീഫിൽ പിടിക്കുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് 4 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്കിതിലുള്ള ബീഫ് മാത്രം വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കണം. ബീഫെല്ലാം മാറ്റിയതിന് ശേഷം അതിലുള്ള ഗ്രേവി എത്ര ഗ്ലാസ് ആണെന്ന് ആദ്യം തന്നെ അളന്ന് നോക്കണം. ഞാനിപ്പോൾ അളന്ന് നോക്കുമ്പോൾ 3 ഗ്ലാസ് ഗ്രേവിയാണ് ഉള്ളത്. അതിൻ്റെ ബാലൻസ് വാട്ടർ കൂടി ആഡ് ചെയ്തിട്ടാണ് മന്തി റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബസുമതി റൈസാണ്. ബസുമതി റൈസ് നേരത്തെ തന്നെ വാഷ് ചെയ്ത് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. 5 ഗ്ലാസ് ബസുമതി റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 5 ഗ്ലാസ് ബസുമതി റൈസിന് ഞാൻ യൂസ് ചെയ്യുന്നത് 10 ഗ്ലാസ് വെള്ളമാണ്. ഇപ്പോൾ ഇതിൽ 3 ഗ്ലാസ് ഗ്രേവിയുണ്ട്. അതിൻ്റെ ബാലൻസ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ ക്യൂബിൽ എന്തായാലും ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഗ്രേവിയിൽ ഉപ്പ് ആഡ് ചെയ്യാഞ്ഞത്. പക്ഷേ ലാസ്റ്റ് സ്റ്റെപ്പായ ഈ റൈസ് വേവിക്കുമ്പോൾ നമുക്ക് ഉപ്പ് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി റൈസ് വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ബീഫിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന നെയ്യാണ്. ഈ നെയ്യ് ആഡ് ചെയ്യുന്നത് കൊണ്ട് റൈസിന് നല്ലൊരു ടേസ്റ്റാണ്. വേറെ ഗീയോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് റൈസ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെച്ചാണ് റൈസ് വേവിക്കേണ്ടത്. റൈസ് വേവിക്കാൻ വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീഫ് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇതിലും ഞാൻ കുറച്ച് പീസ് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫ്രൈ ആവണം. ഇനി വേവിക്കാൻ വെച്ച റൈസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് താഴേന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് അതിൻ്റെ മേലെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.